ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു Q&A ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുമാണെന്ന് പറയാം. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് പേഴ്സണലായിട്ടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ട് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സ്ഥലം, നിന്ന റിസോർട്ട്, പിന്നെ എങ്ങനെയാണ് പോയത്, ഏത് ഗ്രൂപ്പിങ്, എങ്ങനത്തെ മീൻസ് ഫാമിലി ആയിട്ടാണോ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിട്ടാണോ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞങ്ങൾ പോയ റൈഡിങ് ഗ്രൂപ്പിനെ പറ്റി പറയാം. ഞങ്ങൾ ഫുൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് പോയത്. ഞാനും എൻ്റെ ചേട്ടനും ചേച്ചിയും പിന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് പോയ കോർഡിനേറ്റർ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ട്രിപ്പ് പോയി പരിചയപ്പെട്ടതാണ്. അങ്ങനെ പുള്ളിക്കാരി തുടങ്ങിയതാണ് ഒരു എവോക്ക് ടൂർസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് പോലെ സംഭവം. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് ഞങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിരപ്പിള്ളി, പൂമല, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസം പോയിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മാസം നമ്മൾ പോയത് മുടിപ്പാറയിലേക്കാണ്. ഇടുക്കി മുടിപ്പാറ റൂട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് പോവെങ്കിലും തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടല്ല തിരിച്ചു വരിക. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ്. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അവിടെ വെച്ചിട്ട് ബിൽഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. അങ്ങനെ ഓരോ ട്രിപ്പിലും പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടും നമ്മൾ. അപ്പോൾ ഈ ട്രിപ്പ് പോയിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഒക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അതുപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. അപ്പോൾ കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ നല്ല പേരെ നമുക്ക് അറിയാൻ പറ്റിയെടുത്ത്. അങ്ങനെ കുറേ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പം ഈ അടുത്ത് പോയ ട്രിപ്പിൻ്റെ എവിടെ നിന്നിരുന്നത്, സ്റ്റേയുടെ കാര്യം ചോദിച്ചിരുന്നു. നമ്മൾ മുടിപ്പാറയിലുള്ള ക്യാമ്പ് ലൈറ്റ്സിലാണ് നിന്നിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയ റിസോർട്ടിനേക്കാളും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടു ഇത്തവണത്തെ സ്റ്റേ എല്ലാം. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ പോയത് ഗോൾഡൻ വില്ല റിസോർട്ട്, പൂമലയിലുള്ള ഗോൾഡൻ വില്ല റിസോർട്ടിലാണ് നമ്മൾ നിന്നത്. പക്ഷെ നമ്മൾ ഇത്തവണ നിന്നൊരു ടെൻറ്റ് വൈബ് ഫുള്ളുള്ള ഒരു ക്യാമ്പ് ലൈറ്റ്സിലാണ് നമ്മൾ നിന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മൊത്തം ടെൻറ്റാണ്. ടെൻറ്റ് മാത്രമല്ല, അത് കൂടാതെ അവിടെ ഫ്രെയിം റൂംസ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, പലതരം കുറേ ആൾക്കാർക്ക് നിൽക്കാം നമുക്ക്. അത്രയുണ്ട്. ഇപ്പോൾ ഒരു റൂമിൽ തന്നെ നമുക്ക് 4 പേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 2 പേർക്ക് കിടക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഇന്ന റൂമിൻ്റെ ആയിട്ട് ഞാൻ പറയണേ ഫ്രെയിം റൂമിൻ്റെ കാര്യം. അവിടെ താഴെ 2 പേർക്ക് കിടക്കാം. അതുപോലെ തന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ 2 പേർക്ക് കിടക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അങ്ങനത്തെ ഇപ്പോൾ ടെൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ബുക്ക് ചെയ്യണ പോലെ നമുക്ക് റൂം കിട്ടും. അതുകൂടാതെ റിസോർട്ടിൽ നമുക്ക് നാച്ചുറൽ പൂളിൻ്റെ അൺലിമിറ്റ് എപ്പോൾ വേണമെങ്കിലും ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പൂളിൽ ഇറങ്ങാം. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അവിടെ നാച്ചുറൽ പൂൾ ഉണ്ടായിരുന്നു. പിന്നെ ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആംബിയൻസ് ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് തന്നെ നമുക്ക് കുറച്ച് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു പാറയും കോടയൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ നല്ലൊരു ആംബിയൻസ് വ്യൂ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും എന്തോരം ആ റിസോർട്ടായാലും അടുത്തുള്ള ആംബിയൻസും വ്യൂ എല്ലാം ആയാലും അത് കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പറയണത് കേൾക്കുമ്പോൾ തന്നെ. പിന്നെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയായിരുന്നു അവിടുത്തെ റൂം ക്ലീൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അട്ടയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ നമ്മൾ പോയത് മഴയുണ്ടായിരുന്നു. നമ്മൾ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എത്തണ ആ ദിവസം ഫുൾ മഴയായിരുന്നു. നിന്നിട്ട് പോയില്ല, കുറച്ച് നേരം പോലും നിന്നിട്ട് അത്രയും മഴയായിരുന്നു. അപ്പം അന്ന് ചെന്ന ദിവസം ഞങ്ങൾക്ക് അധികം ടൈം ഞങ്ങൾക്കൊന്നും ചുറ്റി കാണാനൊന്നും പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ടാണ് മഴ ഒന്നും നിന്നത്. അന്നാണ് നമ്മൾ പിന്നെ എൻജോയ് ചെയ്തത്. പിന്നെ അട്ടയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അട്ടയുണ്ടായിരുന്നു എന്നുവെച്ചാൽ അങ്ങനെ 2-3 പേരുടെ പേരിൽ എൻ്റെ മേത്ത് എനിക്ക് അട്ട കയറിയായിരുന്നു. മറ്റേ ചോര അത് കയറി ചോര കുടിയ അട്ടയായിരുന്നു. ആ സാധനം അതാണ് ഉണ്ടായിരുന്നു. നമുക്ക് പെയിൻ അത്ര ഒന്നുമില്ല. പിന്നെ അവിടെ റൂമൊക്കെ ക്ലീൻ അടിപൊളിയായിരുന്നു. അവിടുത്തെ സർവീസ് ആയാലും അവിടെ ഉള്ളവരുടെ ആയാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എപ്പോൾ ചെന്നാലും നമുക്ക് അവിടെ ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. ഹോട്ട് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായയും കട്ടൻ കാപ്പി, ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഒക്കെ നമുക്ക് അവരുണ്ടാക്കി തരുന്ന ആളുണ്ട് അവിടെ. പിന്നെ എന്നോട് ഫുഡിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നപ്പോൾ ഒരു 4 മണി ആ സമയം ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ആ സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന വഴി നമുക്ക് ബ്ലാക്ക് ടീയും പിന്നെ സ്നാക്സും ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീ അല്ല കേട്ടോ, അല്ല പാൽച്ചായ തന്നെയായിരുന്നു. ടീയും പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സ്നാക്സ് പഴംപൊരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്രൈഡ് റൈസ്, ചില്ലി ഗോബി, ചില്ലി ചിക്കൻ, ചപ്പാത്തി, വെള്ളയപ്പം, നമ്മളിപ്പോൾ ബൊഫേറ്റില്ല അതുപോലത്തെ തന്നെയായിരുന്നു. പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് അവർ ബ്ലാക്ക് കോഫി ഉണ്ടാവും, ബ്ലാക്ക് ടീ, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, അവരത് നമുക്ക് ഉണ്ടാക്കി തരും. പിന്നെ രാവിലെ നമുക്ക് നൂലപ്പം, പിന്നെ വെള്ളയപ്പം, പിന്നെ വെജിറ്റബിൾസ് കഴിക്കുന്നവർക്ക് വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞപ്പോൾ കടലയായിരുന്നു കേട്ടോ, കടല ഉണ്ടായിരുന്നു. നോൺ വെജിനർക്ക് മുട്ടക്കറി അങ്ങനെയായിരുന്നു. പിന്നെ വാട്ടർ മെലോൺ, ബ്രെഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു രാവിലെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മളവിടെ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി, ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. അപ്പം നമ്മുടെ പാക്കേജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വൈകുന്നേരം സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അവിടെ ഉള്ളവരായാലും നല്ല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ കോളേജിലൊരു ചേട്ടനെ കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നിൽക്കാൻ പോണ സ്ഥലത്ത് ആ ചേട്ടൻ ആണ് നടത്തുന്നത്, ഒന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കമ്പനിയായിട്ട് അറിയണത് ഒരാളാണെന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മുനിപ്പാറ ക്യാംലൈറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്യൂആർഡിയെ പോലെ തന്നെ സെപ്പറേറ്റ് ആണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് പറഞ്ഞാൽ എന്നതുമല്ല, നമ്മൾ റിപ്ലൈ എടുക്കാണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അവിടെ എന്തായാലും നിങ്ങൾ പോകണം, മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം എനിക്ക് അത്ര കാണാനുണ്ട്, അവിടെ അത്ര ഉണ്ടോന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ മോതിരം കാണാണ്ട് പോയിട്ടുള്ള കാര്യം ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആ ചേട്ടൻ്റെ മോതിരം കിട്ടിയിട്ടോ. നമ്മുടെ കൂടെയുള്ള റൈഡിങ് ഗ്രൂപ്പിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ജീനാന്നുള്ള ചേച്ചി തന്നെ ആരെയും കോൺടാക്ട് ചെയ്ത് കൊടുത്തിരുന്നു, അവരിങ്ങനെ എടുക്കണവരുടെ. എന്നിട്ട് അവർ പൂളിലേക്ക് പിറ്റേ ദിവസം ക്യാമ്പലൈൻസിൽ പൂളിൽ പോയി തപ്പിക്കഴിഞ്ഞപ്പോൾ കിട്ടി. ആ ചേട്ടന് ഭയങ്കര സന്തോഷമായി. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിക്കാം. ചേട്ടനെ എടുത്തു കൊടുത്ത ആളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട്. കാരണം ആ ചേട്ടൻ്റെ ട്രിപ്പിൻ്റെ ട്രിപ്പ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം മിസ്സായി പോകുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി എന്തായാലും നല്ല വിഷമം ഉണ്ടാകും. നമ്മുടെ ആ മൂഡ് അത്ര പോവും, മൈൻഡ് കട്ടും. പക്ഷെ ആള് നമ്മുടെ കൂടെ നിന്നു, എല്ലാം കുഴപ്പമൊന്നുമില്ലാതെ നിന്നു. പക്ഷെ ആൾ കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായി. നമ്മൾ നോക്കിയില്ല, നമുക്ക് കിട്ടിയില്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ ആ റിസോർട്ടിലുള്ളവർ നമ്മളുടെ ഒരാളെ പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് നോക്കി. അവർ കുറേ പരിശ്രമിച്ചു. പിന്നെ എന്തൊക്കെയോ ഡിറ്റക്ടറൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ഇത് കിട്ടിയത്. മോതിരം കിട്ടി, ഒരുപാട് സന്തോഷമായി. പരിപാടി കുറേ പേര് ചോദിച്ചു, അതിനുള്ള റിപ്ലൈ കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്കുള്ള ചോദിച്ചതിനുള്ള ഉത്തരമൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, എനിക്കറിയണ പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടുത്തെ നമ്പർ എന്താണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.